എന്ന് പറഞ്ഞാൽ മലപ്പുറം പട കണ്ട ആളുകൾ അന്ന് അവിടെ ഉണ്ടാവില്ല. പിന്നെ ആ കണ്ട ആളുകൾ പറഞ്ഞു കൊടുത്ത ആള് കേട്ട ആളുകളിൽ നിന്ന് കേട്ടിട്ടാണ് മൊയ്ൻകുട്ടി വൈദ്യർ ഈ മലപ്പുറം പടപ്പാട്ട് എഴുതുന്നത്. അങ്ങനെ എഴുതി 54 പാട്ട് മൊയ്ൻകുട്ടി വൈദ്യർ എഴുതി. മൊത്തം 71 പാട്ടാണ് മലപ്പുറം പടപ്പാട്ടുള്ളത്. 54 പാട്ട് എഴുതി. 55ാമത്തെ പാട്ട് ലാക്കൻ പോക്കരെ കുറിച്ചാ. ഈ നമ്മുടെ നാട്ടിലുള്ള പ്രായമുള്ള ആളുകൾക്കൊക്കെ ഒരുപക്ഷെ ലാക്കൻ പോക്കരെ കേട്ടിട്ടുണ്ടാവും. മലപ്പുറം പടയിൽ പങ്കെടുത്ത വലിയ ധീരനായിരുന്നു ലാക്കൻ പോക്കര്. പള്ളിയുടെ ഉള്ളിൽ നിന്ന് പാറന്നമ്പിയുടെ പട്ടാളക്കാരോട് ഏറ്റുമുട്ടാൻ വേണ്ടി ആദ്യമായി പുറത്തിറങ്ങിയ 11 ആളുകളിൽ പ്രധാനിയാണ് ലാക്കൻ പോക്കര്. അദ്ദേഹം വലിയ അഭ്യാസിയായിരുന്നു. വായുവിലൂടെ പാറി യുദ്ധം ചെയ്യുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് മാത്രം ഒരു പ്രാവശ്യം ഈ പാറന്നമ്പിയുടെ ആളുകൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് മാത്രം പേടിച്ച് കൊട്ടാരത്തിലേക്ക് ഓടിയിട്ടുണ്ട്. അത്രയും ധീരനായിരുന്നു ലാക്കൻ പോക്കര്. ഈ ലാക്കൻ പോക്കരുടെ ചരിത്രമാണ് 55ാമത്തെ പാട്ടിൽ മൊയ്ൻകുട്ടി വൈദ്യർക്ക് എഴുതാനുള്ളത്. പക്ഷേ ആ പാട്ട് ആ ചരിത്രം, ലാക്കൻ പോക്കറുടെ ചരിത്രം ആരും പറഞ്ഞു കൊടുത്തില്ല. കാരണം ആർക്കും അറിയില്ല. പട നടന്ന 165 വർഷത്തിനു ശേഷം മൊയ്ൻകുട്ടി വൈദ്യർ എഴുതുന്നത്. അങ്ങനെ ലാക്കൻ പോക്കറുടെ ചരിത്രം എഴുതാൻ മൊയ്ൻകുട്ടി